ഹായ് ഡിയേഴ്സ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനായി തയ്യാറാക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തമിഴ്നാട്, കർണാടക കോളേജുകളിൽ ഓൾ ഇന്ത്യ കോട്ട വഴിയോ അവിടുത്തെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലോ നമ്മൾ അഡ്മിഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്? ഇത് എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് തമിഴ്നാടിന്റെ ഏതെങ്കിലും കോളേജിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ, അതായത് സെൽഫ് ഫിനാൻസിംഗ് കോളേജോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കോട്ട വഴിയോ നമ്മൾ MBBS BDS കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റി ത്രൂ ആണ് നമുക്ക് TNMGRMU.ac.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്ക് കർണാടകയിലാണ് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് കർണാടകയാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരേണ്ടത്. അത് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അപേക്ഷിക്കാൻ നോക്കാം. അതായത് കർണാടക ആവുമ്പോൾ നമുക്ക് അതിന്റെ വെബ്സൈറ്റ് അഡ്രസ് അറിയാം എല്ലാവർക്കും. rguhs.ac.in എന്ന വെബ്സൈറ്റിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. rguhs.ac.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ അപേക്ഷിക്കേണ്ടത്. നമ്മൾ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുക. ഇത് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഇങ്ങനെ ലേറ്റസ്റ്റ് ന്യൂസുകൾ കാണാൻ പറ്റും. കർണാടക യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു നോട്ടീസ് ഉണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ട് എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് who require eligibility certificate. അതിന്റെ വിശദാംശം ഇതാണ്. അതായത് കർണാടക കോളേജിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ എവിടെയാണോ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത്, who require eligibility certificate, ഇതിന്റെ വിശദാംശം ഇതാണ്. അതായത് കർണാടകയോ തമിഴ്നാടിന്റെയോ പുറത്ത് ഉള്ള കുട്ടികൾക്ക്, അതർ സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് അവിടെ കർണാടകയിലോ തമിഴ്നാട്ടിലോ പഠിക്കുവാൻ വേണ്ടി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതായത് നമ്മൾ MBBS BDS അഡ്മിഷൻ എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ എലിജിബിലിറ്റി? ഹയർ സെക്കൻഡറി ആണ് നമ്മുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ +2, നമ്മുടെ കേരള ബോർഡിന്റെ +2, അതായത് CBSE, ICSE, സ്റ്റേറ്റ് ബോർഡ് എന്തുമായിക്കോട്ടെ, ആ ബോർഡിന്റെ +2 കർണാടക യൂണിവേഴ്സിറ്റി അംഗീകരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ റിലവന്റ് ഡോക്യുമെന്റ്സുകളൊക്കെ വെച്ച് നമ്മളൊരു അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുകയാണ് വേണ്ടത്. അത് അവർ പരിശോധിച്ച് അവർ നമുക്ക് ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. അതായത് കർണാടകയുടെ സ്റ്റേറ്റിന്റെ പുറത്തുള്ള ഏത് കുട്ടികൾക്കും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അവിടെ പഠിക്കുവാൻ വേണ്ടി. ഇതേ ഒരു നിയമം തന്നെയാണ് തമിഴ്നാട്ടിലും. തമിഴ്നാട്ടിന്റെ പുറത്ത് സ്റ്റേറ്റിൽ പഠിക്കുന്ന ഏത് കുട്ടിക്കും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് തമിഴ്നാട്ടിൽ പഠിക്കുവാൻ വേണ്ടി. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയിലും നമ്മൾ പ്രവേശനം ലഭിക്കുമ്പോൾ. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് ആവശ്യമില്ല. നമ്മൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അതിന് ആവശ്യമില്ല. ഇനി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് അഡ്മിഷൻ കിട്ടി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം അപേക്ഷിച്ചാൽ മതി. അതിനുള്ളൊരു സമയപരിധി കോളേജുകൾ നൽകുന്നതായിരിക്കും. അതനുസരിച്ച് നമുക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് ഒരു എമൗണ്ട് ഉണ്ട്. അത് നമ്മൾ ഓൺലൈനായി പേ ചെയ്ത് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. വൈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്? Eligibility certificate is one of the essential document to be submitted while seeking admission in an institution to the course for which the institution approved and affiliated for the concerned academic year by this university. ഇത് തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മുടെ ബോർഡിലുള്ള സർട്ടിഫിക്കറ്റ് കർണാടകയുടെ യൂണിവേഴ്സിറ്റി അംഗീകരിക്കണം. അപ്പൊ അത് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ MBBS BDS ഒക്കെ അവിടെയാണ് എക്സാം എഴുതുന്നത്, കർണാടക കോളേജിൽ അഡ്മിഷൻ എടുത്താൽ. അതുകൊണ്ട് തന്നെ ആ ബോർഡിന്റെ അംഗീകാരം നമുക്ക് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നത്.
ഇനി ഇത് എങ്ങനെയാണ് ഹൗ ടു അപ്ലൈ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് വെബ്സൈറ്റ് അഡ്രസ് ആയ rguhs.ac.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾ റിക്വയർ പേയ്മെന്റ് നടത്തി, ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെന്റുകൾ നടത്തി, നിങ്ങൾക്കൊരു റിലവന്റ് ആയിട്ടുള്ള ഒരു ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അത് ഫില്ല് ചെയ്ത് നമ്മൾ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള 5-6 ക്വസ്റ്റ്യൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്ത് വായിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഓൺലൈൻ ആയിട്ട് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. NGR യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിന്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതിന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ആ ലിങ്കിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ ഡൗൺലോഡ്സിൽ നമ്മൾക്ക് പോകാം. ഡൗൺലോഡ്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇവിടെ എല്ലാം ഡൗൺലോഡ്സിൽ നീറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞതാണ്. ഓൺലൈൻ എലിജിബിലിറ്റി ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എലിജിബിലിറ്റി ഫോം ഉണ്ട്. നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കാം, ഇന്ത്യൻ ആപ്ലിക്കേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഈ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് കർണാടക, നിങ്ങൾ ഇവിടെ ഒരു ഫോട്ടോ നിങ്ങൾ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, കാര്യങ്ങളൊക്കെ തന്നെ ഈ ഫോമിൽ ഫില്ല് ചെയ്യാം. ഓൺലൈൻ പേയ്മെന്റ് ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതാണ്. എന്താണ് ഓൺലൈൻ പേയ്മെന്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് പറയാം. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നിങ്ങൾ ഇതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് കൂടി പറയുന്നുണ്ട്. അതായത് SLCയുടെ മാർക്ക് കാർഡ്, അതായത് SLCയുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഏതാണോ CBSE ആണെങ്കിൽ അതിൻ്റെത്, ICSE ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്. ഇനി +2 മാർക്സ് കാർഡ് ഫോർ UG കാൻഡിഡേറ്റ്സ്, +2ന്റെ മാർക്ക് ലിസ്റ്റ് വേണം. മൂന്നാമത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫാണ്. അതായത് അത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് മതി, അല്ലെങ്കിൽ നമ്മുടെ SLCയുടെ കോപ്പി മതിയാകും. ഇനി ഓൺലൈൻ ഫീസും കൂടി ഇവിടെ പറയുന്നുണ്ട്. MBBS, BDS, ആയുഷിലൂടെയാണ് നമുക്ക് അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ 3000 രൂപയാണ് കൊടുക്കേണ്ടത്. അതർ കോഴ്സുകൾക്ക് 2000 ആണ് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യേണ്ടത്. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പറയുന്നുണ്ട്. ഇനി ഓൾ ഡോക്യുമെന്റ് ഷുഡ് ബി അറ്റസ്റ്റഡ് ബൈ സ്റ്റുഡൻസ്. അപ്പൊ നിങ്ങൾ ഈ ഡോക്യുമെന്റ്സുകളൊക്കെ തന്നെ അറ്റസ്റ്റ് നിങ്ങൾ ചെയ്തിട്ട് ഒരു PDF ആക്കി മാറ്റിയിട്ട് നിങ്ങൾ ഇവിടെ സിഗ്നേച്ചർ എല്ലാം ചെയ്യാം. PDF ആക്കി മാറ്റി നിങ്ങൾ മെയിൽ ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആ മെയിൽ ID നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് നമുക്ക് അതിനേക്കുള്ള മെയിൽ ID. നിങ്ങൾ അതിന്റെ സോഫ്റ്റ് കോപ്പി ഫിൽഡ് ഇൻ ആപ്ലിക്കേഷൻ ഡ്യൂലി സൈൻഡ് ബൈ ദി കാൻഡിഡേറ്റ്സ് along with all the required documents with the copy of Aadhaar card to be mailed to ഈ മെയിൽ IDയിലേക്കാണ് നിങ്ങളുടെ സോഫ്റ്റ് കോപ്പികൾ ഒരു PDF ഫയലായിട്ട് ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സുകളും ഒപ്പം തന്നെ ആ ആപ്ലിക്കേഷൻ ഫോമും ഫില്ല് ചെയ്ത് അതിന്റെ ഒരു സ്കാൻഡ് കോപ്പി നമ്മൾ ഈ ഒരു മെയിലിലേക്ക് സെൻഡ് ചെയ്യേണ്ടതാണ്. ആധാറിന്റെ കാർഡും കൂടി ആവശ്യമാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് അതിന്റെ ഫീ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നുണ്ട്. ഓൺലൈൻ പേയ്മെന്റ്സ് ഓഫ് ഫീസ് എന്നുകൂടി പറയേണ്ടത്. നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ പേയ്മെന്റ് 3000 രൂപ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കണം. അതിന്റെ ഡീറ്റെയിൽസും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ തമിഴ്നാട് കോളേജിൽ നമ്മൾ പഠിക്കുന്നതെങ്കിൽ അവിടുത്തെ ഡോക്ടർ MGR യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമുക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടത്. അതിന് tnmgrmu.ac.in എന്ന വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം നിങ്ങൾ ഫീസ് അടച്ച് പേയ്മെന്റ് അടച്ച് അപേക്ഷിച്ചാൽ മതിയാകും. നിങ്ങൾ കോളേജിലേക്ക് ഫിസിക്കലായിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് ആവശ്യമായിട്ട് വരിക. അപ്പൊ നിങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ട് അതിനുള്ള സമയവും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സമയപരിധി ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ലൈക്കും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.